പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ഇലകൾ മുളക്കുന്ന, അതായത് പുതിയൊരു തൈ ഉണ്ടാക്കാൻ ഇലകൾ നട്ടാൽ മുളക്കുന്ന ചെടികളെ പറ്റിയാണ്. ഇതിൻ്റെ ഇല പറിച്ചും ഇങ്ങനെ തൈകൾ പിരിച്ചു മാറ്റി നമുക്ക് നടാം. ഇതിനൊക്കെ നല്ല വേര് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബിഗോണിയ ചെടി, ഇതിൻ്റെ ഇലകൾ നട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം. കൊമ്പ് മുറിച്ചിട്ടും നട്ടിട്ടും നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം. ഈ ബിഗോണിയ എല്ലാം ഇലകൾ മുളച്ച് പുതിയ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിൻ്റെ എല്ലാം തണ്ടുകൾ മുറിച്ചിട്ടും അതുപോലെ തന്നെ ഇലകൾ മണ്ണിൽ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തിയായ തൈകളുണ്ടാക്കാം. ഇങ്ങനെ ഈ ഇല നട്ടിട്ട് മുളച്ചുണ്ടാകുന്ന തൈകൾ കുറച്ച് വലുതാൻ കുറച്ച് കാലതാമസം പിടിക്കുന്നുള്ളൂ. അതേ ആ മരത്തിൻ്റെ അതേ ഈ ചെടിയുടെ അതേ സ്വഭാവത്തിലുള്ള തൈകളും പൂക്കളും ഉണ്ടാകാൻ അതിൻ്റെ ഇലകൾ നട്ടാൽ മതി. ഇതെല്ലാം ഇലകൾ മുളച്ചുണ്ടാകുന്ന ചെടികളാണ് ബിഗോണിയ ചെടി. ഇതിൻ്റെ ഈ ഇല മുറിച്ച് മണ്ണിൽ വെച്ച് നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം. പിന്നെ പെട്ടെന്ന് ഉണ്ടാവണമെങ്കിൽ നമ്മൾ തൈ പറിച്ച് നടുന്നതാവും നല്ലത്. ഇലകൾ നട്ടാലും ഉണ്ടാവുമെന്ന് പറഞ്ഞു തരുന്നതുള്ളൂ. അതേമാതിരി CG പ്ലാന്റ്, ഇതിൻ്റെ ഇലകൾ എടുത്ത് മണ്ണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ തൈകളുണ്ടാവും. ഇത് CG പ്ലാന്റ് പുതിയ കളർ ചേഞ്ചാണ്, ബ്ലാക്ക് കളറാണ്. ഇതിൻ്റെ ഇലകൾ നട്ടിട്ടുണ്ടെങ്കിൽ പുതിയ തൈകൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഇത് നല്ലൊരു ഹെൽത്തിയായ ചെടിയാണ്. ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കാൻ നമുക്ക് ഇതിൻ്റെ ഇല മുറിച്ചിട്ട് അത് മണ്ണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ തൈകൾ ഉണ്ടാക്കാം. ചെറിയ തൈകൾ, ധാരാളം തൈകൾ ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൊമ്പ് നട്ടിട്ടും പിടിപ്പിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു തണ്ട് മുറിച്ചാൽ ഇവിടെ ഇങ്ങനെ മുറിച്ചിട്ട് നമുക്ക് ഒന്നിമൊന്നെ കുറേ തൈകളുണ്ടാകും. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മണ്ണിൽ വെച്ചാൽ അത് വേര് പിടിക്കുന്നതാണ്. ഇത് ഞാൻ നേരത്തെ കാണിച്ചതാണ്. പുറത്ത് വേറെ ചെടികളുണ്ട്. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇതും ഇലകൾ മുളപ്പിക്കാവുന്നതാണ്. ഇതിൻ്റെ പേര് ഇലമുളച്ചി, നമ്മളെ നാട്ടിൽ എരുമപ്പട്ടി എന്നും പറയും. ഇതിൻ്റെ ഇല ഒക്കെ നട്ടിട്ടുണ്ടെങ്കിൽ പുതിയ തൈകൾ ഉണ്ടാക്കാം. ഇതിൻ്റെ ഈ സൈഡിൽ നിന്നൊക്കെ, ഈ ഇലൻ്റെ സൈഡിൽ നിന്നൊക്കെ ഓരോ തൈകളുണ്ടാകും. ഇതിൻ്റെ ചുറ്റുഭാഗം ഈ ചുളിവ് വരണ, ഈ കട്ടിങ് വരണ ആ ഭാഗത്തൊക്കെ ഓരോ തൈകളുണ്ടാകും ഒരു മണ്ണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇതിൻ്റെ ഈ ഇല നട്ടിട്ടുണ്ടെങ്കിൽ പുതിയ തൈകളുണ്ടാകുന്നു. അതെങ്ങനെ ഉണ്ടാവണമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ തണ്ട് ഇല മുറിച്ച് നട്ടിട്ട് പുതിയ തൈ ഉണ്ടായി വരുന്നതാണിത്. കാണുന്നതാവുമെന്ന് കരുതുന്നു. ഇത് ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഇല വന്നിട്ടുണ്ട്. അവിടെയൊക്കെ വേരുകൾ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ പുതിയ തൈകളുണ്ടാവും. ഒന്നിമ്മ തന്നെ 4-5 തൈകൾ ഈ ഇല മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ തൈകളുണ്ടാക്കാം. ഇതിൻ്റെ ഇല എങ്ങനെ നടേണ്ടതെന്ന് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ തൈയിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കാണിച്ചു തരാണ്. ഇതിങ്ങനെ വെച്ചിട്ട് കുറച്ച് മണ്ണ് ഇങ്ങനെ വെച്ചാൽ ഇതിന് വേര് പിടിക്കും. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആദ്യം വേര് പിടിപ്പിച്ച് വെച്ചാണ്. ഇതിങ്ങനെ വെച്ചാൽ അത് നല്ല പുതിയ ചെടികളാവും. അതുതന്നെ ബിഗോണിയേൻ്റെ പല കളറും നമുക്ക് ഇങ്ങനെ കൂട്ടത്തിൽ ഇങ്ങനെ നട്ട് വെച്ചാൽ മതി. പിന്നെ നമുക്കത് വേര് വരുമ്പോൾ പറിച്ച് നടാവുന്നത്. ഒരു ചെറിയൊരു ചാലെടുക്കുക, അതിങ്ങനെ മറ്റേമൊക്കെ തട്ടിയിട്ടൊന്നും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഇലകൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ അങ്ങനെ നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഇലമുളച്ചി അറിഞ്ഞ എരുമപ്പെട്ടി, ആനച്ചെവി എന്നൊക്കെ പറയലുണ്ട് ഇതിന്.
നമ്മളോട് ചെവി എന്നും പറയും, എരുമപ്പെട്ടി എന്നും പറയും. പിന്നെ അതുപോലെ തന്നെ ഇലമുളച്ചി എന്ന് മറ്റുള്ളവർത്തൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമ്മളവിടെ ഇതിന് പല ആളുകളും എരുമപ്പെട്ടി എന്നാണ് പറയുന്നത്. ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ ഇലമുളച്ചിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ഈ കോണ് ഈ സൈഡിലൊക്കെ പുതിയ വേരുകൾ വന്ന് പുതിയ തൈകളുണ്ടാവും. ഇങ്ങനെ ശരിക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ സൈഡിലൊക്കെ വേര് വന്ന് പുതിയ തൈകളായിട്ട് അതിൻ്റെ ചുറ്റുഭാഗം ഒരു റൗണ്ട് ഷേപ്പിലാണ് അതിൽ തൈകളുണ്ടാവുക. ഈ ബിഗോണിയൻ്റെ ഇതിലൊരു ഇല ഇവിടെ ചാടി കിടന്നാണ് അതിന്മേൽ വേരുണ്ടായിട്ടുണ്ട്. കാണുന്നുണ്ടോ എന്നറിയില്ല. അതിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ ആ ഞെട്ടുമെന്നാണ് വേര് വന്നിട്ടുള്ളത്. അതായത് ഈ ബിഗോണിയ ചെടി, ഇലമുളച്ചി ചെടി, ഇലകൾ നട്ടാൽ തൈകളുണ്ടാകുന്ന വിശേഷങ്ങളാണെന്ന് പറഞ്ഞ് അടുത്ത വീഡിയോ ആയിട്ട്, ഒരു പുതിയ വീഡിയോ ആയിട്ടും നാളെ കാണാം. നമസ്കാരം.